ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് ബേസിക് സയൻസ് ആണ് എക്സാം. അപ്പോൾ അതിൻ്റെ സമഗ്രയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1. ഡ്യൂറിങ് ദ ക്ലീൻലിനെസ് ഡ്രൈവ് ഹെൽഡ് ആസ് പാർട്ട് ഓഫ് ദ ക്ലീൻലിനെസ് വീക്ക് സെലിബ്രേഷൻ ഓൺ ഗാന്ധി ജയന്തി ദ ഫോളോയിങ് തിങ്സ് വർ കളക്റ്റഡ്. അപ്പോൾ എന്താണ് ഗാന്ധി ജയന്തിയുടെ ഭാഗമായിട്ട് ഒരു ക്ലീൻലിനെസ് വീക്ക് സംഘടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. സോർട്ട് ദ തിങ്സ് ഇൻ ടു അപ്രോപ്രിയേറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ രണ്ടായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ? പേപ്പർ, ബനാന ലീവ്സ്, പ്ലാസ്റ്റിക് കവേഴ്സ്, മൊബൈൽ ഫോൺസ്, ബാറ്ററീസ്, പേപ്പർ കപ്സ്, തെർമോകോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ബൾബ്സ്, ഗ്ലാസ് പീസസ് ആൻഡ് ഷൂ ബാഗ്സ് ആൻഡ് ക്യാൻഡി കവേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ, നമ്മൾ ആൻസേഴ്സാണ് അപ്പുറത്തെ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കൊടുക്കാം, എങ്ങനെ കൊടുക്കാൻ പറ്റും? ബയോ വേസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോൺ ബയോ വേസ്റ്റ്, അതായത് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആയിട്ടും ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആയിട്ടും ഹസാർഡിയസ് വേസ്റ്റ് ആയിട്ട് നമുക്ക് 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബയോ വേസ്റ്റിൽ, അതായത് ഡിഗ്രേഡ് ആയി പോകുന്ന വേസ്റ്റിൽ വരുന്നതാണ് പേപ്പർ, ബനാന ലീവ്സ് ഒക്കെ. ഈ നെക്സ്റ്റ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണ്. അപ്പോൾ അതിൽ വരുന്നതാണ് പ്ലാസ്റ്റിക് ഗ്ലാസ്, തെർമോകോള്, പ്ലാസ്റ്റിക് ബോട്ടിൽ, ഷൂസ്, ബാഗ്, പേപ്പർ കപ്പൊക്കെ നമുക്ക് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിൽ നമുക്ക് കൊടുക്കാം. ദെൻ അടുത്ത ടൈപ്പ് വേസ്റ്റ് ആണ് ഇലക്ട്രോണിക് വേസ്റ്റ് ആയിട്ടുള്ള ഹസാർഡിയസ് വേസ്റ്റ്. അതിൽ നമുക്ക് മൊബൈൽ ഫോൺ ബാറ്ററിയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തത്? ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, അതുപോലെ തന്നെ ഹസാർഡിയസ് വേസ്റ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സയൻറ്റിഫിക് സെഗ്രിഗേഷൻ ഓഫ് വേസ്റ്റ്? ഈ വേസ്റ്റിൻ്റെ സയൻറ്റിഫിക് സെഗ്രിഗേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പ്രിവെൻറ്റ്സ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 2 നോക്കി നോക്കാം. ആക്ടിവിറ്റി 2 എന്താ? ഷൂ ഫ്ലവർ, ടേമറിക്, ബീട്രൂട്ട്, മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ. ക്ലാസിഫൈ ദി ഗിവൻ തിങ്സ് യൂസിങ് ദ ക്രൈറ്റീരിയ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്രൈറ്റീരിയയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നതാണ് എന്തൊക്കെ? ബീട്രൂട്ട്, ഷൂ ഫ്ലവർ, ടേമറിക്. ഇനി നെക്സ്റ്റ് ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്. ഇനി നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ, ഡസ് എനി കളർ ചേഞ്ച് occur when lemon juice is added to paper rubbed with ഷൂ ഫ്ലവർ? എക്സ്പ്ലെയിൻ ദ സയൻറ്റിഫിക് റീസൺ ഫോർ ദിസ്. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് റീസൺ എന്താണ്? നമ്മുടെ എന്താണെന്ന് പറഞ്ഞത്, ലെമൺ ജ്യൂസ് ഷൂ ഫ്ലവറുമായിട്ട് മിക്സ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്താൽ എന്തെങ്കിലും പറ്റുമോ? എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ട് എന്തെങ്കിലും കളർ ചേഞ്ചോ അതോ എന്തെങ്കിലും സംഭവിക്കുകയോ ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? when lemon juice is added to a paper rubbed with a shoe flower the paper turns red. ആ പേപ്പറിൻ്റെ കളർ എന്തായിട്ട് മാറും? റെഡ് കളർ ആയിട്ട് മാറും. ഇത് എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ദ സിട്രിക് ആസിഡ് ഇൻ ലെമൺ ജ്യൂസ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. അപ്പോൾ ഇതിലുള്ള സിട്രിക് ആസിഡ് എന്ത് ചെയ്യും? അതിലുണ്ടായിരുന്ന ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 ആണ്. ദ ഹാർട്ട് ബീറ്റ് റേറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഇസ് ഗിവൺ ബിലോ. എന്താണ്? ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹാർട്ട് റേറ്റ് കൊടുത്തിട്ടുണ്ട്. മാരി, റാണി, അജ്മൽ,
നിർമ്മൽ സുരേഷിൻ്റെയും ഹാർട്ട് ബീറ്റ് റേറ്റും പൾസ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ഹാർട്ട് റേറ്റ് ആഫ്റ്റർ റണ്ണിങ് ആൻഡ് പ്ലേയിങ് ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഇവരൊക്കെ ഈ തന്നിരിക്കുന്ന കുട്ടികളാണ് സ്കൂൾ ഗ്രൗണ്ടിൽ ഒന്ന് ഓടുകയും കളിച്ചതിന് ശേഷമുള്ള അവരുടെ ഹാർട്ട് റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം. ഹാർട്ട് റേറ്റൊക്കെ എന്താണ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അനലൈസ് ദ ടേബിൾ ഗിവൺ എബവ് ആൻഡ് ഡ്രോ എ കൺക്ലൂഷൻ. എന്താണ് ഈ ടേബിൾ, രണ്ട് ടേബിളും ഒന്ന് നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോർമലി ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ആർ ദ സെയിം, ബട്ട് വി എൻഗേജ് ഇൻ സ്റ്റേർണസ് ആക്ടിവിറ്റീസ്, ബ്ലഡ് ഫ്ലോ ഇൻക്രീസസ് ആൻഡ് എനർജി എഫിഷ്യൻസി ഇൻക്രീസസ്. ആസ് എ റിസൾട്ട് ദ ഹാർട്ട് റേറ്റ് ഇൻക്രീസസ്. അപ്പോൾ നോർമലി എന്താണ് പൾസ് റേറ്റും ഹാർട്ട് റേറ്റും ഒക്കെ എന്താണ് ഒരു റേഞ്ചിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും നല്ല ആക്ടിവിറ്റീസിലൊക്കെ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ റൺ ചെയ്യുക, അതുപോലെ അങ്ങനെ ഇപ്പോൾ എന്താണ് പ്ലേ ഗ്രൗണ്ടിൽ ഓടുകയൊക്കെ ചെയ്തില്ല. അപ്പോൾ നമ്മുടെ എന്താ ആക്ടിവിറ്റി കൂടി, അങ്ങനെ എന്തുണ്ടായി? ബ്ലഡ് ഫ്ലോ ഇൻക്രീസായി, നമ്മുടെ എനർജി എഫിഷ്യൻസി എന്തായി? ഇൻക്രീസായി. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസായി. ഓക്കെ, ഇനി നമുക്ക് അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു പ്രൊട്ടക്റ്റ് ഹാർട്ട് ഹെൽത്ത്? അപ്പോൾ നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ഈറ്റിംഗ് ടു മച്ച് ഫാറ്റി ഫുഡ്. നമുക്ക് എന്ത് ചെയ്യാം? നല്ല ഫാറ്റി ഫുഡ് കഴിക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആൽക്കഹോൾ. നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാം. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് എന്താണ് ഹാർട്ടിൻ്റെ ഹെൽത്ത് നോക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4 ആണ്. കൊച്ചി വോളണ്ടിയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് മോർ ഡയാലിസിസ് യൂണിറ്റ് സെൻറ്റേഴ്സ് അറൗണ്ട് കൊച്ചി. അപ്പോൾ ഒരു എന്താണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡു യു നോട്ടീസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? അതൊന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിലെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഡയാലിസിസ് ഇസ് എ ട്രീറ്റ്മെൻറ്റ് ഫോർ വിച്ച് പേഷ്യൻസ്? ഏത് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ കിഡ്നി പേഷ്യൻസ്. ആർക്ക് വേണ്ടിയിട്ടാണ്? കിഡ്നി പേഷ്യൻസ്. അപ്പോൾ ഇതിൽ 4 കാണിക്കുന്നതാണ് ആൻസർ. കിഡ്നി പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പാർട്സ് മാർക്കർ 1 and 2 ഇൻ ദ പിക്ചർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന പിക്ചറിൽ 1 and 2 മാർക്ക് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? അപ്പോൾ 1 എന്ന് പറയുന്നത് കിഡ്നിയാണ്. അടുത്തത് എന്താ? യൂറിനറി ബ്ലാഡർ ആണ്. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അതർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിലെ വേറെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതൊക്കെയാണ്? സ്കിന്നുണ്ട്, ലിവർ ഉണ്ട്, ലങ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5 ആണ്. മദർ സെഡ് ഐ ഷുഡ് വാഷ് ദ ഫ്രോസൺ ഫിഷ് ഐ ബ്രോട്ട് ഫ്രം ദ മാർക്കറ്റ് സെവറൽ ടൈംസ് ബിഫോർ കുക്കിംഗ് ഇറ്റ്. ഷീ സസ്പെക്റ്റഡ് ദാറ്റ് ദർ വാസ് സം കെമിക്കൽ ഇൻ ഇറ്റ്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഫിഷ് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് തവണ വാഷ് ചെയ്തിട്ട് മാത്രമാണ് നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. കാരണം എന്താ? അമ്മയ്ക്ക് സംശയമുണ്ട് അതിലെന്തെങ്കിലും കെമിക്കൽ ഉണ്ടോ എന്ന്. ഈസ് ദിസ് സസ്പിഷൻ കറക്റ്റ്? അപ്പോൾ ഈ സംശയം കറക്റ്റ് ആണോ? ട്രൂ ആണല്ലേ? ട്രൂ. Then what could be the reason? അതിൻ്റെ റീസൺ എന്തായിരിക്കും? NH4Cl is ammonium chloride added to ice mining. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? NH4Cl ആഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിസർവ് ഫിഷ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിഷിനൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഈവൻ സ്മോൾ എമൗണ്ട് ക്യാൻ കോസ് ക്യാൻസർ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് മതി ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങൾ നമുക്ക് പിടിപെടാനായിട്ട്. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മെത്തേഡ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു കീപ് ദ ഫിഷ് ഇൻടാക്ട് ഫോർ എ ലോങ് ടൈം? അപ്പോൾ ഒരുപാട് കാലം ഫിഷ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ബി സ്റ്റോർ, ഡ്രൈ ആയിട്ട് സ്റ്റോർ ചെയ്യാം, അതുപോലെ സോൾട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാം, പിക്കിൾ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാം, റെഫ്രിജറേറ്ററിൽ വെക്കാം. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. ആക്ടിവിറ്റി 6 ആണ്. എ പംകിൻ വൈൻ ദാറ്റ് ഹാഡ് ഗ്രോൺ ബൈ ഇറ്റ്സെൽഫ് ബിഹൈൻഡ് ദ കിച്ചൺ വാസ് ഗ്രോയിങ് വെൽ ബട്ട് ഇറ്റ് ഓൺലി പ്രൊഡ്യൂസ്ഡ് 2 or 3 ഫ്രൂട്ട്സ്. അപ്പോൾ എന്താണ്? പംകിൻ വൈൻ നല്ലതാണ്, പക്ഷെ ആകെ 2 or 3 പംകിൻ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. യു ഹേർഡ് വാട്ട് ബാബു സെഡ്, വൈ ഡിഡ്ന്റ് ഇറ്റ് ഹാവ് മെനി ഫ്രൂട്ട്സ്? അപ്പോൾ എന്തുകൊണ്ടാണ്
ഇതിലൊരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവാത്തത്. എന്തുകൊണ്ടാണ്? ലാക്ക് ഓഫ് കെയർ. നമ്മൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്ത കാരണവും അതുപോലെ തന്നെ ഇൻഫെർട്ടൈൽ സീഡ്സ് ആയതുകൊണ്ടുമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി അതിൻ്റെ ബിഗ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ഫോർ എ ഗുഡ് ഹാർവെസ്റ്റ്? അപ്പോൾ ഒരു നല്ലൊരു ഹാർവെസ്റ്റ് വേണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫെർട്ടൈൽ സോയിൽ ആയിരിക്കണം, സ്യൂട്ടബിൾ ക്ലൈമറ്റ് ആയിരിക്കണം, ഗുഡ് സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.